എട്ടാം നാളും ഇറാനിൽ തീമഴ പെയ്യുകയാണ് ഇസ്രായേൽ. അയവില്ലാതെ പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നു. ഇറാനിൽ വ്യോമാക്രമണം ഇസ്രായേലും അമേരിക്കയും ശക്തമാക്കിയെന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അടക്കം തകർത്തുവെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ട്. ടെഹ്റാൻ നഗരത്തിൽ വൻ സ്ഫോടനങ്ങളും ഉണ്ടായി. ഇറാൻ ഉപാധികളൊന്നും കൂടാതെ കീഴടങ്ങണമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനിടെ ഇറാനിലെ മരണസംഖ്യ 1332 ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതൊക്കെയാണ്. കഴിഞ്ഞ 2-3 ദിവസമായി ഇറാനിൽ കാര്യമായ ആക്രമണം ഉണ്ടായിരുന്നില്ല എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇറാൻ ആകട്ടെ ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങളെ ആക്രമിക്കുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഗൾഫ് മേഖലയിലേക്കും നിരവധി മിസൈലുകൾ ഇറാന്റെ ഭാഗത്തു നിന്ന് പുറപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ ഇസ്രായേൽ കനത്ത ആക്രമണം ടെഹ്റാൻ ഏതാണ്ട് പൂർണ്ണമായും തകർന്ന് തരിപ്പണമാക്കി. ഇറാന്റെ വ്യോമമേഖല പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കി. എത്രയും പെട്ടെന്ന് കീഴടങ്ങുക, അല്ലെങ്കിൽ മരണം വരിക്കുക എന്നാണ് ഇറാൻ സൈനികരോട് ഇപ്പോൾ ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം ലെബനനിലും വലിയ തോതിലുള്ള ആക്രമണം നടക്കുന്നുണ്ട്. ലെബനിൽ 250 അധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന വിവരം കൂടി പുറത്തു വരുന്നു. പക്ഷേ ഇറാൻ ചില തിരിച്ചടികൾ തെക്കൻ ഇസ്രായേലിൽ നടത്തി എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, ഇത് ഇപ്പോൾ 8ാം ദിവസമാണ്. നമുക്കറിയാം യാതൊരു ശമനവുമില്ല യുദ്ധത്തിന്. ട്രംപ് പറഞ്ഞതുപോലെ ഇനി ആഴ്ചകൾ നീണ്ടു നിന്നേക്കാം ഈ യുദ്ധമെന്ന് കരുതണം. ഇപ്പോൾ ഇന്നലെ നടന്ന ആക്രമണം ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം പൂർണ്ണമായും തകർക്കാനായോ, ഒപ്പം മറ്റ് മേഖലകളിൽ മിസൈൽ പ്രതിരോധ സംവിധാനത്തിലടക്കം വലിയ ഡാമേജ് സൃഷ്ടിക്കാനായോ? എന്താണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെ അവകാശവാദം? രഞ്ജിത്ത്, ആദ്യഘട്ടത്തിൽ ഈ ആക്രമണം നടത്തിയപ്പോൾ US-ഉം ഇസ്രായേലും ഇറാനെ ഒന്ന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കണ്ടു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം ഇറാൻ പ്രതീക്ഷിച്ചതിലും അധികം വ്യാപകമായിട്ട് ഈ മേഖലയിൽ ആക്രമണം നടത്തുകയുണ്ടായി. പ്രധാനമായിട്ടും ഗൾഫ് മേഖലയിലുള്ള US-ന്റെ സൈനിക ബേസുകളിലേക്കും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഇറാൻ ആക്രമണം നടത്തി. അതുപോലെ തന്നെ US-ന്റെ തന്നെ ഡിഫൻസ് സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത് US-ന്റെ ഈ സൈനിക ബേസുകളെ പറ്റിയിട്ട് ഇറാന് വിവരം നൽകുന്നത് റഷ്യയാണ്. റഷ്യയുടെ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് US-ന്റെ വളരെ രഹസ്യമായിട്ടുള്ള പല കേന്ദ്രങ്ങളും അവർ കണ്ടെത്തിക്കൊണ്ട് അതിൻ്റെ വിവരങ്ങൾ ഇറാന് നൽകുകയാണ്. ഇതുവഴിയാണ് ഇറാൻ ഇത്തരത്തിൽ ആക്രമണം കടുപ്പിച്ചതെന്ന് US-ന്റെ ഭാഗത്തു നിന്ന് തന്നെ അവർ വ്യക്തമാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇറാൻ ഈ മേഖലയിൽ ആക്രമണം വ്യാപിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ അതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഇറാനിലേക്ക് കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി US-ഉം ഇസ്രായേലും സംയുക്തമായി തന്നെ നൽകിയത്. ഇസ്രായേൽ ഈ ഇറാന്റെ പല മേഖലകളിലും കനത്ത നാശനഷ്ടം വരുത്തി എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ US-ഉം ടെഹ്റാൻ നഗരത്തിലടക്കം കടുത്ത സ്ഫോടനങ്ങളുണ്ടായി. ടെഹ്റാൻ നഗരത്തിലെ രാത്രികാല ദൃശ്യങ്ങളിൽ ചിലത് പുറത്തു വന്നിരുന്നു. നിരവധി സ്ഫോടനങ്ങൾ നഗരത്തിൽ ഉണ്ടാകുന്ന ദൃശ്യങ്ങളാണ് ഇത്തരത്തിൽ നമുക്ക് ഇന്നലത്തെ ദിവസം കാണാനായത്. അങ്ങനെ കടുത്ത രീതിയിലുള്ള ഒരു ആക്രമണം തന്നെ ഇറാനിൽ വ്യോമ മാർഗം US-ഉം ഇസ്രായേലും നടത്തി. US-ന്റെ ഒരു അവകാശവാദം എന്ന് പറയുന്നത് ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായിട്ടും തകർത്തു എന്നാണ്. ഇന്നലെ തന്നെ ഇറാന്റെ ഈ വ്യോമസേനയും അതുപോലെ തന്നെ നാവികസേനയും പൂർണ്ണമായിട്ടും നിർവീര്യമാക്കിയെന്ന് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. ഇപ്പോൾ അവരുടെ പ്രതിരോധ സംവിധാനങ്ങളെയും തകർത്തതായിട്ടാണ് ട്രംപ് പറയുന്നത്. എന്തായാലും നിലവിൽ അതിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഇറാന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. എന്നാലും US-ലെ ഇറാനിയൻ അംബാസഡർ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെയാണ് US-ഉം ഇസ്രായേലും ഇറാനിലുള്ള ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുന്നത്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ വരെ കടുത്ത രീതിയിലുള്ള യാതൊരു നിയന്ത്രണവുമില്ലാതെയാണ് നിലവിൽ ഇവർ ആക്രമണം നടത്തുന്നത്. 1500ഓളമായി അജയ് സുധാ ബിജു, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 1500-നടുത്ത് മരണം ഉണ്ടായിരിക്കുന്നു എന്ന വിവരം കൂടിയാണ്. ഈ ആക്രമണത്തിന് ഇന്നലെ വന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഖമേനിയുടെ നേരത്തെ തകർന്ന കൊട്ടാരത്തിനടുത്തുള്ള ബങ്കർ അത് പൂർണ്ണമായും ഇസ്രായേൽ തകർത്തു എന്നുള്ളതാണ്. ഇപ്പോൾ ജനവാസ മേഖലകളെ കൂടി കേന്ദ്രീകരിച്ചുള്ള ആക്രമണമുണ്ട്. ടെഹ്റാനിൽ മാത്രമല്ല ഇറാന്റെ മറ്റു പല മേഖലകളും ആക്രമണത്തിന് ഇരയാകുന്നു എന്ന വിവരം കൂടിയുണ്ട്. അങ്ങനെ ഈ ഇപ്പോൾ നമുക്കറിയാം ഈ ഗൾഫ് മേഖലയിലെ അമേരിക്കയുടെ ബേസുകളിലേക്ക് ആക്രമിച്ച് അമേരിക്ക വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു. അതിൻ്റെയൊക്കെ പരിണിത ഫലമായി വലിയ തോതിലുള്ള ആക്രമണം അഴിച്ചുവിട്ട് അത്യാധുനിക മിസൈലുകളും ആയുധ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ഇറാനെ നിശബ്ദരാക്കുക എന്ന് തന്നെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായ ലക്ഷ്യം.
തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് അവരുടെ ഒരു പുതിയ നീക്കം എന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാകും. കാരണം ഇപ്പോൾ ഇന്നലെ രാത്രിയോടെ ടെഹ്റാനിലടക്കമുണ്ടായിട്ടുള്ള കടുത്ത സ്ഫോടനങ്ങൾ, അതുപോലെ തന്നെ മറ്റ് മേഖലകളിലടക്കമുണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ, ഇതെല്ലാം ഈ ഒരു കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതും ഇപ്പോൾ ഈ ഒരു ആക്രമണങ്ങൾ രൂക്ഷമായ പശ്ചാത്തലവും അതുപോലെ തന്നെ US-ലുള്ള ഇറാനിയൻ അംബാസഡറുടെ പ്രതികരണവും കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇറാന് കടുത്ത രീതിയിലുള്ള തിരിച്ചടികൾ തന്നെ ഈ വ്യോമമാർഗമുള്ള ഈ യുദ്ധം വഴി ലഭിച്ചു എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രധാനമായിട്ടും നമുക്ക് ഇപ്പോൾ US സെൻട്രൽ കമാൻഡിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം വരുന്നുണ്ട്. അവർ പറയുന്നത് ഇറാനിലുള്ള 3000-ലധികം സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇതിനോടകം ആക്രമണം നടത്തി എന്നാണ് US സെൻട്രൽ കമാൻഡർ പറയുന്നത്. അതുപോലെ തന്നെ ഇറാൻ്റെ 43 ഷിപ്പുകളും അതുപോലെ തന്നെ നേവൽ സംവിധാനങ്ങളും പൂർണ്ണമായിട്ടും ഭാഗികമായിട്ടും തകർത്തതായിട്ടും ഈ സെൻട്രൽ കമാൻഡർ വ്യക്തമാക്കുന്നുണ്ട്. US-ന്റെ പുതിയ നീക്കം എന്ന് പറയുന്നത് ട്രംപ് തന്നെ ഇന്നലെ രണ്ടാമത്തെ ഒരു ട്രൂ സോഷ്യലിലെ പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരുന്നു. US നിരവധി ഈ പുതിയ ആയുധ വ്യാപാരികളുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. ഇപ്പോൾ വൈറ്റ് ഹൗസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ ട്രംപ് തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയാണ്. അതായത് US ആയുധ വ്യാപാരികളുമായി കൂടിക്കാഴ്ച നടത്തുന്നു. പുതിയ ആയുധങ്ങൾ നിർമ്മിക്കാനും അതുപോലെ തന്നെ അത്യാധുനിക സംവിധാനങ്ങളുള്ള പുതിയ ആയുധങ്ങൾ ഈ വ്യാപാരികളിൽ നിന്ന് വാങ്ങാനും പദ്ധതിയിടുന്നതായിട്ട് ട്രംപ് ഈ എക്സ്പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയുടെ ആൻറ്റി ഡ്രോൺ സംവിധാനമായിട്ടുള്ള മെറോപ്സ് അത് പശ്ചിമേഷ്യയിലേക്ക് എത്തിക്കാനായിട്ട് US ആലോചിക്കുന്നുണ്ട്. ഈ മെറോപ്സ് എത്തുന്നതോടുകൂടി ഈ ഇറാൻ്റെ ഈ ഡ്രോൺ ആക്രമണം പല പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചും ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡ്രോൺ ആക്രമണം അതിൻ്റെ തോത് കുറയ്ക്കാനും ഈ തിരിച്ചടിക്കാനും സാധിക്കും. ഇന്നലെ പല മേഖലകളിലും ഖത്തറിൽ ഉൾപ്പെടെയുള്ള ചില US ബേസുകൾക്ക് നേരിയ തോതിലുള്ള നാശനഷ്ടം ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇന്നലെ 2 ഡ്രോണുകളാണ് ഖത്തറിലേക്ക് ഇതിൻ്റെ ഈ ഒരു സൈനിക ബേസ് കേന്ദ്രമാക്കി വന്നത്. അതിൽ ഒരെണ്ണം ഖത്തർ നശിപ്പിച്ചു, എന്നാൽ ഒരെണ്ണം ഈ സൈനിക ബേസിൽ വീഴുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ചെറിയ നാശനഷ്ടങ്ങളെങ്കിലും അവിടെ വന്നിരുന്നു. എന്തായാലും ഈ പുതിയ അമേരിക്കയുടെ എയർ ഡിഫൻസ് സംവിധാനം അത് പശ്ചിമേഷ്യയിൽ വിന്യസിക്കുന്നതോടുകൂടി ഇത്തരം പ്രതിസന്ധികൾ കൂടി ഒഴിവാക്കാൻ സാധിക്കും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ട്രംപ് എന്തായാലും നിലവിൽ ഇറാനോട് ആവശ്യപ്പെടുന്നത് യാതൊരു ഉപാധികളുമില്ലാതെ കീഴടങ്ങണം എന്നാണ്. അതുമാത്രമല്ല അവിടെയുള്ള ഇറാനിലുള്ള തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് അവിടെ ഒരു പുതിയ നേതൃത്വത്തെ കൊണ്ടുവരാനും അമേരിക്ക ബാധ്യസ്ഥരാണ് എന്നാണ് ട്രംപ് പറയുന്നത്. അതായത് അതുമാത്രമല്ല പുതിയൊരു മുദ്രാവാക്യം കൂടി ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ പോലെ മേക്ക് ഇറാൻ ഗ്രേറ്റ് അഗെയിൻ എന്നുള്ളൊരു മുദ്രാവാക്യം കൂടി ട്രംപ് തൻ്റെ ട്രൂ സോഷ്യൽ വഴി മുന്നോട്ട് വയ്ക്കുന്ന ഒരു രസകരമായിട്ടുള്ള സാഹചര്യം കൂടിയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള ആയുധ ശേഖരത്തിൻ്റെ 4 ഇരട്ടിയായി വർദ്ധിപ്പിച്ചുകൊണ്ട് അതിൽ ഭൂരിഭാഗവും പശ്ചിമേഷ്യയിൽ വിന്യസിച്ച് ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി ഇറാന് നൽകാൻ തന്നെയാണ് US-ന്റെ പുതിയൊരു നീക്കം എന്ന് പറയുന്നത്. അതിനിടെ റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ഇൻഫ്ലുവൻസ് അതിൻ്റെ കാര്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസം US-ന്റെ ഡിഫൻസ് സെക്രട്ടറി ഒരു സ്ഥിരീകരണം നടത്തിയിരുന്നു. അതായത് റഷ്യയുടെ ഇടപെടൽ ഇതിലുണ്ടെന്നുള്ള കാര്യം. അതിന് പിന്നാലെ ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആയത്തുള്ള അലി ഖമനയുടെ മരണത്തിൽ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ഇറാനെ നേരിട്ട് വിളിച്ചാണ് ഈ അനുശോചനം അറിയിച്ചത്. അതുമാത്രമല്ല ഇറാന് എല്ലാവിധ പിന്തുണയും അറിയിച്ചിട്ടുണ്ട്. ഈ നിലവിലുണ്ടായിട്ടുള്ള സംഘർഷങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണം എന്നതാണ് റഷ്യയുടെ ആവശ്യമെന്ന് പറയുന്നത്. എന്തായാലും ഇറാന് സൈനിക സഹായം നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും തീരുമാനമായിട്ടില്ല. ചൈനയാണ് ഇത്തരത്തിലൊരു സൈനിക സഹായം നടത്തുമെന്നല്ല എങ്കിലും ഇറാനോടൊപ്പം ഏത് സാഹചര്യത്തിൽ നിൽക്കും എന്നുള്ള ഒരു പ്രസ്താവന നടത്തി